ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ഇൻട്രോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇനി ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂർക്കുപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ കൂർക്ക എങ്ങനെ വളരെ എളുപ്പത്തിൽ കഴുകാം എന്നുള്ളൊരു ഇതും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് കൂർക്കുപ്പേരിയുടെ റെസിപ്പിയിലേക്ക് ഒന്ന് പോയാലോ. ഒട്ടുമിക്ക എല്ലാവർക്കും വളരെ ഇഷ്ടം തന്നെയാണ് കൂർക്കുപ്പേരി. കൂർക്ക നന്നാക്കാനും അതുപോലെ തന്നെ വൃത്തിയാക്കാനും ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വളരെ എളുപ്പം വൃത്തിയാക്കി എടുക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇങ്ങനൊരു നൈസായിട്ടുള്ളൊരു കൊട്ടയിലിട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഉരച്ചു കൊടുത്ത് കഴുകിയെടുക്കും. അതിന് ശേഷം പോകാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് നൈസായിട്ട് വൃത്തിയാക്കി കൊടുക്കും. പണ്ടത്തെയൊക്കെ അമ്മമാർ കാണിക്കുന്നത് കൂടുതലും അലക്കല്ലുമ്മ ഇട്ടെടുത്തിട്ട് തുണിയിൽ ഇങ്ങനെ കെട്ടി അലക്കല്ലുമ്മ രണ്ട് തല്ല് തല്ലിയിട്ട് വൃത്തിയാക്കി എടുക്കലാണ്. പിന്നെ അത് കൂടാതെ തന്നെ ഒരു നൈസായിട്ടുള്ള വലയിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് തല്ലി കൊടുത്താൽ നല്ല വൃത്തിയായി കിട്ടും. ഇങ്ങനെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെ അരിപ്പക്കൊട്ടയിലിട്ട് ഇതാക്കി എടുക്കുന്നുണ്ടെങ്കിൽ കയ്യിലൊന്നും അധികം അഴുക്കാതെ പെട്ടെന്ന് നൈസായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കൂർക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ ചെയ്യുന്നത് ഒരു കലത്തിലിട്ട് കൊടുത്തിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ കലത്തിലിട്ട് കൊടുത്ത് അധികം അടിയിലൊന്നും പിടിക്കാണ്ട് നല്ല നൈസായിട്ട് വേവിച്ചെടുക്കുന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ കലത്തിലിട്ട് പിന്നെ അതിൻ്റെ കൂടെ പച്ചമുളക്, വേപ്പില, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് വേവാക്കി എടുക്കണം. ഉപ്പേരി കാച്ചുന്നതിന് വേണ്ടി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ എരിവിന് ആവശ്യത്തിന് ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചതച്ചെടുക്കാം. നമുക്ക് ഉള്ളിയാണ് ഏറ്റവും നല്ലത്. അതും ഒത്തിരി അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ടേസ്റ്റ് ആയിരിക്കും. കൂർക്ക കാച്ചാനുള്ള മസാല അങ്ങനെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂർക്ക നല്ല പാകത്തിന് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമുക്ക് കൂർക്കുപ്പേരി താളിക്കാം. നല്ല അടികട്ടിയുള്ളൊരു പാത്രത്തിൽ ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് എടുത്തു വെച്ച മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലോട്ട് കടുക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പൊട്ടിക്കാം. ഞാനിവിടെ കടുക് പൊട്ടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മസാല അല്പം വടുന്നതിന് വേണ്ടി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ല ഒരു വറവാവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അടി കരിഞ്ഞ് പോവരുത്. പിന്നെ അതിൻ്റെ കൂടെ അല്പം വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി കാച്ചുന്ന ഈ സമയത്ത് വേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ ആ മസാലയിലോട്ട് നമുക്ക് വേവിച്ച കൂക്ക് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തളിച്ച മസാലയും പിന്നെ അതുപോലെ തന്നെ വെന്തക്കൂർക്കയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു 2 സെക്കൻഡ് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂർക്കുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കിടിലൻ ഉണക്കമാന്തളം കൂടി വറുത്തെടുക്കുക. എന്നിട്ട് നമുക്ക് കഞ്ഞിക്കൊപ്പം കൂർക്കയും ഉണക്കമാന്തളം കൂടിയും കഴിച്ച് നോക്കാം. അപ്പോൾ ഇപ്പോൾ കൂർക്ക സീസണാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.